യെ കഴുത്തറുത്ത് കൊന്ന കേസിൽ അന്വേഷണ സംഘത്തെ വലച്ച് പ്രതിയുടെ മൊഴി. മരിച്ച ദീപുവും അമ്പിളിയും പരിചയക്കാരാണ് എന്നും ദീപുവിന്റെ ഉടമസ്ഥതയിലുള്ള ക്രഷറിൽ RDX പിടിച്ചതിനെ തുടർന്ന് ക്രഷർ താൽക്കാലികമായി പൂട്ടിയത് ധാരാളം പണം നഷ്ടമാകാൻ കാരണമായെന്നും മൊഴിയുണ്ട്. അതിനാൽ ദീപു നടത്തിയ ആസൂത്രണമാണ് കൊലപാതകമെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. പ്രതി അമ്പിളി എന്ന സജികുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് കോടതിയിൽ ഹാജരാക്കും. MG മിഥുൻ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുൻ, ഇത് വല്ലാത്തൊരു കുഴഞ്ഞ പരുവത്തിലേക്കാണ് കേസ് പോകുന്നതെന്ന് തോന്നുന്നു. കാരണം ഒരു പ്രതി അറസ്റ്റിലാണ്, ഇയാളുടെ ഭാര്യയും കസ്റ്റഡിയിലുണ്ട്. പക്ഷെ അപ്പോഴും പോലീസിന് വ്യക്തമായൊരു വിവരം ലഭിക്കുന്നില്ല. എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത്, ഇയാൾക്ക് ഒറ്റയ്ക്ക് ഈ കൊലപാതകം നടത്താൻ സാധിക്കുമോ എന്ന കാര്യങ്ങളിലൊക്കെ അങ്ങനെ ഒരുപാട് അവ്യക്തതകൾ മാറാനുണ്ടല്ലേ? തീർച്ചയായും. കാരണം പ്രധാനമായും ഈ ഒരു അന്വേഷണ സംഘത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് ഈ പ്രതിയുടെ മൊഴി തന്നെയാണ്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പ്രതി അമ്പിളി എന്ന സജികുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് ഇപ്പോൾ തമിഴ്നാട് പോലീസ്. ഇന്ന് കോടതിയിൽ ഹാജരാക്കി കൂടുതൽ കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്യും. കാരണം ഇദ്ദേഹത്തിന്റെ മൊഴിയിൽ താനാണ് കൊലപാതകം നടത്തിയെന്ന കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ദീപുവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് താനാണ്. പക്ഷേ അതിൽ ചില വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ആശയക്കുഴപ്പത്തിലാക്കുന്നത്. കാരണം ഇവർ തമ്മിൽ യാതൊരുവിധ പ്രശ്നവുമില്ല എന്നാണ് ഭാര്യയുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ കടം അതായത് ഈ ക്രഷറിയിൽ RDX പിടിച്ചതിനെ തുടർന്ന് ഈ ക്രഷറി പൂട്ടേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പണം ചെലവാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ കൂടുതൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ദീപു നേരിടുകയും ചെയ്തു എന്നുള്ള ഒരു മൊഴി ഈ ഒരു പ്രതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. ഇത് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ 10 ലക്ഷം രൂപയുമായാണ് ഈ ദീപു JCB വാങ്ങുന്നതിനായി കോയമ്പത്തൂരിലേക്ക് വണ്ടി കയറുന്നത്. ആ സമയത്ത് ഉള്ള CCTV ദൃശ്യങ്ങൾ, അതായത് ആ ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ ഒരു ആൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് വ്യക്തമായിരുന്നു. ആ ആൾ ഈ ഇപ്പോൾ പിടിയിലായിട്ടുള്ള അമ്പിളിയാണ് എന്ന് തന്നെയാണ് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ കൊലപാതകത്തിന് ശേഷം പ്രതി ഏകദേശം 400 കിലോമീറ്ററോളം സഞ്ചരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇത് എവിടെയൊക്കെയാണ് പോയത്, ആ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. കേരളത്തിലും ഒപ്പം തന്നെ തമിഴ്നാട്ടിലും കേന്ദ്രീകരിച്ച് നിരവധി ഇടങ്ങളിൽ ഈ ഒരു തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ ഇപ്പോൾ നിലവിൽ തമിഴ്നാട് പോലീസ് സംഘത്തിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ പ്രതി അമ്പിളി ഉള്ളത്. തിരികെ കേരള പോലീസിനും ഇത് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുമ്പോൾ പിന്നീട് കേരള പോലീസിന് ഇത് കൈമാറണമെന്നുള്ള ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. കാരണം നേരത്തെ തന്നെ ഇപ്പോൾ പ്രതിയായിട്ടുള്ള അമ്പിളി 50ഓളം കേസുകളിൽ പ്രതിയാണ്. 2 കൊലപാതക കേസിൽ കൂടി പ്രതിയായിട്ടുള്ള വ്യക്തി കൂടിയാണ് അമ്പിളി. അങ്ങനെ ഉള്ളപ്പോൾ ഇത്തരത്തിൽ കൊലക്കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തി ഇത്തരത്തിലൊരു ക്രൂരകൃത്യം നടത്തിയപ്പോൾ അതിലേതെങ്കിലും തരത്തിൽ പിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, RDX അടക്കമുള്ളവ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ പ്രതി കൂടിയാണ് ഈ അമ്പിളി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ദുരൂഹത മാറ്റുന്നതിന് വേണ്ടി പ്രതിയെ കേരള പോലീസിന് കൈമാറണം എന്നുള്ള ആവശ്യം എന്തായാലും മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. നിലവിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ് അമ്പിളിയെ. നിലവിൽ നൽകിയിരിക്കുന്ന മൊഴിപ്രകാരമാണ് വലിയ ആശയക്കുഴപ്പത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. പ്രതിയുടെ, അതായത് മരിച്ച ദീപുവിന്റെ ഭാര്യയും പോലീസ് കസ്റ്റഡിയിലുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തേണ്ടതായിട്ടുണ്ട്. ഇതിലൂടെ കൃത്യമായ വിവരത്തിലേക്ക് പോലീസിൽ എത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിലെ മൊഴിയാണ് വലിയ രീതിയിൽ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. എന്തായാലും മൊബൈൽ ഫോൺ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവും ഒപ്പം തന്നെ ഈ ഒരു CCTV ദൃശ്യവും ആണ് വലിയ നിർണായകമായത്. ഈ അന്വേഷണ സംഘത്തിന് പ്രതിയെ പിടികൂടാൻ സാധിക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെയോടുകൂടി 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു നടപടിയിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്. ഒപ്പം ഇതിന് ഈ ഒരാൾ മാത്രമാണോ ഇതിൽ? കാരണം കഴുത്തറത്തുള്ള കൊലപാതകമായിരുന്നല്ലോ, മൂർച്ചയേറിയ കത്തിയും മറ്റും കാറിൽ നിന്ന് കണ്ടെടുത്തു. ആസൂത്രിതമായ കൊലപാതകമാണ് എന്ന തരത്തിൽ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സാഹചര്യ തെളിവുകളും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ ഒരാൾ മാത്രമാണോ, അമ്പിളി മാത്രമാണോ ഇതിൽ ഇടപെട്ടത്? ഇയാൾ മാത്രമാണോ കാറിലുണ്ടായിരുന്നത്? അയാളുടെ സാന്നിധ്യം, ഒപ്പം ഈ കോൾ റെക്കോർഡുകൾ പരിശോധിക്കുക. ഇയാൾക്ക് നേരത്തെ തന്നെ ഭീഷണി ഉണ്ടായിരുന്നു, പണമൊക്കെ ചോദിച്ച് പല കൊട്ടേഷൻ സംഘങ്ങളുടെ ഭാഗത്തു നിന്നുമെന്നുള്ള ഭാര്യയുടെ മൊഴി. ഇതൊക്കെ വളരെ പ്രധാനമാണല്ലോ ഈ കേസിൽ. അപ്പോൾ കേരള പോലീസ് കൂടി ഈ വിഷയത്തിൽ, ഇപ്പോൾ നമുക്കറിയാം തമിഴ്നാട് പോലീസിന്റെ 9 അംഗ സംഘമാണ് അന്വേഷിക്കുന്നത്. കേരള പോലീസ് കൂടി നേരത്തെ മിഥുൻ പറഞ്ഞതുപോലെ അന്വേഷണത്തിന്റെ ഭാഗമാകേണ്ടി വരും. അങ്ങനെ വിശാലമായ തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ട സാഹചര്യമല്ലേ ഇപ്പോൾ ഉള്ളത്?
രജിത്ത്, തീർച്ചയായും. കാരണം അതിൽ പ്രധാനമായും നമ്മൾ നോക്കിക്കാണേണ്ടത് ഈ CCTV ദൃശ്യത്തിൽ ഒരാളാണ് കാറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ആ സമയത്ത് മറ്റാരെങ്കിലും കാറിലുണ്ടായിരുന്നു എന്നുള്ളതടക്കം അന്വേഷണ സംഘം പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഇറങ്ങിപ്പോയത് നിലവിൽ അറസ്റ്റിലായിട്ടുള്ള അമ്പിളിയാണോ എന്നുള്ള കാര്യം ഇനി സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ അത് അമ്പിളിയാണോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിക്കുകയും ചെയ്തിട്ടില്ല. പക്ഷേ താനാണ് ആ കാറിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്നുള്ള ഒരു മൊഴി അന്വേഷണ സംഘത്തിന് മുമ്പിൽ ദീപു കുറ്റസമ്മതമായി നടത്തുകയും ചെയ്തിട്ടുണ്ട്. തന്നോടൊപ്പം ആരുമില്ല. പക്ഷേ ഇത് ആസൂത്രിത കൊലപാതകമാക്കിയത് ഇതിന് ദീപുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ളൊരു മൊഴി കൂടി ഈ പ്രതിയുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തിട്ടുണ്ട്. ഇരുവരും ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് മറികടക്കുന്നതിന് വേണ്ടി കൂടുതൽ പണം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ആസൂത്രിതമായി ഇരുവരും ചേർന്ന് നടത്തിയ കൊലപാതകമാണ്, അല്ലെങ്കിൽ ഇരുവരും നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് പ്രകാരം തയ്യാറാക്കിയ ഒരു കൊലപാതകമാണ് ഇത് എന്നാണ് പ്രതി അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് വെക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതാണ് വലിയ രീതിയിൽ ആശയക്കുഴപ്പത്തിലേക്ക് പോയിരിക്കുന്നത്. അതായത് ദീപു പ്ലാൻ ചെയ്ത് സ്വന്തമായി ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമത്തിലേക്ക് നടന്നതാണോ, അല്ലെങ്കിൽ സ്വയമേ ഇത്തരത്തിൽ മരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചതിന് ശേഷം അമ്പിളിയെ കൊണ്ട് ഇത്തരത്തിൽ കഴുത്തറപ്പിച്ച് കൊലപ്പെടുത്തിയതാണോ എന്നടക്കമുള്ള കാര്യം എന്തായാലും ഇനി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ഈ ദീപുവിന്റെ ഭാര്യയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നത്. കാരണം ഈ സാമ്പത്തിക ഇടപാടുകൾ ഏതു തരത്തിലായിരുന്നു, ഒപ്പം തന്നെ ഈ കോറി ഉടമസ്ഥൻ കൂടിയാണ് ഈ ദീപു എന്ന് പറയുന്നത്. അതിലേതെങ്കിലും തരത്തിൽ ഇടപാടുകളിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു. കൂടാതെ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള പ്രതി അമ്പിളി ഈ 400 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കൊലപാതകത്തിന് ശേഷം 400 കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുകയും ചെയ്യുന്നത്. കാരണം ഇതിനുശേഷം ഏകദേശം മണിക്കൂറുകൾക്കകം തന്നെ അമ്പിളിയെ പിടികൂടുകയും ചെയ്തിരുന്നു. കൊലപാതകത്തിന് ശേഷം എങ്ങനെ ഈ 400 കിലോമീറ്റർ സഞ്ചരിക്കാൻ പ്രതിക്ക് ആയി എന്നുള്ളതടക്കമാണ് പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ CCTVയിൽ കണ്ടെത്തിയിരിക്കുന്ന ആൾ അത് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള പ്രതി അമ്പിളിയാണോ അതോ മറ്റാരെങ്കിലുമാണോ, അതോ ആ സമയത്ത് കാറിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ തമിഴ്നാട് പോലീസ് കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ കസ്റ്റഡി അപേക്ഷ നൽകി ഇന്ന് പ്രതിയെ കോടതിയിൽ നിന്നും പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തേക്ക് വാങ്ങിച്ചതിനു ശേഷം തമിഴ്നാട് കേന്ദ്രീകരിച്ച് നിരവധി സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമോ എന്നാണ് അന്വേഷണ സംഘം ഇനി പരിശോധിക്കുന്നത്. അതുപോലെ തന്നെ കേരള പോലീസിനും നിർണായകമായ രീതിയിൽ തന്നെ പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ പലയിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തമിഴ്നാടിന്റെ അന്വേഷണം പൂർത്തീകരിച്ചതിനു ശേഷം കേരള പോലീസിന് ഈ പ്രതിയെ വിട്ടു നൽകണമെന്നുള്ള അപേക്ഷ മുന്നോട്ട് വെക്കുകയും ചെയ്യും. എന്തായാലും അടുത്ത 7 ദിവസത്തേക്ക് കൂടി കസ്റ്റഡി അപേക്ഷ നീട്ടി നൽകണമെന്നുള്ള ആവശ്യമായിരിക്കും പ്രധാനമായും ഇന്ന് അന്വേഷണ സംഘം കോടതിക്ക് മുന്നിലേക്ക് വെക്കുക. അതെന്തായാലും കോടതി സമ്മതിക്കാൻ തന്നെയാണ് സാധ്യത. കോടതിയുടെ നടപടിക്രമങ്ങൾക്ക് ശേഷം കൂടുതൽ നടപടികളിലേക്ക് പോലീസ് സംഘം കടക്കുകയും ചെയ്യും. കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ പ്രതി അമ്പിളി എന്ന സജികുമാർ ഉള്ളത്. അതാണ് MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഈ മരിച്ച ആൾ തന്നെ ആസൂത്രണം ചെയ്ത ഒരു ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതക ശ്രമമാണോ എന്നുള്ളത് അത്തരത്തിൽ ദീപു ആസൂത്രണം ചെയ്താണോ എന്ന തരത്തിലുള്ള ചില മൊഴികൾ അത്തരത്തിൽ ഉണ്ടാകുന്നുണ്ട് അമ്പിളിയുടെ ഭാഗത്ത് നിന്ന്. അതാണ് അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുന്നത്. അങ്ങനെ ഒരുപാട് പുതിയ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. MG മിഥുനാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ചില മാറ്റങ്ങൾ കൂടി, ചില പുതിയ വിവരങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ദീപുവിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ നടന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു യുവ വ്യവസായിയായിരുന്നു. മറ്റു ചില വിവരങ്ങൾ പുറത്തു വരുന്നത് പണം കണ്ടെത്തിയതായി സൂചന. ഈ പറഞ്ഞ 7 ലക്ഷം രൂപ 10 ലക്ഷം രൂപയാണ് ദീപുവിന്റെ പക്കൽ ഉണ്ടായിരുന്നത്. 7 ലക്ഷം രൂപ പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി എന്ന സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇന്ന് പുലർച്ചെ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു ഈ പ്രതിയുടെ വീട്ടിലടക്കം. അങ്ങനെ പണം ലഭിച്ചു. അത് മിഥുൻ, അതൊരു നിർണായകമായ തെളിവായി മാറുകയാണല്ലോ ഇയാളുടെ പങ്കാളിത്തം സംബന്ധിച്ച്. ഈ 7 ലക്ഷം രൂപ കണ്ടെത്തി എന്ന് പറയുമ്പോൾ അത് ഈ കേസിൽ നിർണായകമാകും. അന്വേഷണ സംഘത്തിന് കൂടുതൽ മുന്നോട്ട് പോകാനുള്ള വഴിയൊരുക്കുകയും ചെയ്യും. രജിത്ത്, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് അന്വേഷണ സംഘം ഈ പ്രതി അമ്പിളിയുടെ വസതിയിലെത്തി ഈ ഒരു പരിശോധന നടത്തിയത്. അതിൽ നിന്നാണ് ഇപ്പോൾ 7 ലക്ഷം രൂപ, നേരത്തെ ദീപുവിന്റെ ഭാര്യ വ്യക്തമാക്കിയതുപോലെ തന്നെ 10 ലക്ഷം രൂപയായിട്ടാണ് JCB വാങ്ങുന്നതിന് വേണ്ടി കോയമ്പത്തൂരിലേക്ക് യാത്ര തിരിച്ചത്. ആ 10 ലക്ഷം രൂപയിൽ 7 ലക്ഷം രൂപ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ഈ തുക തന്നെയാണോ അത്? അതായത് ദീപു കൊണ്ടുപോയ ആ 10 ലക്ഷം രൂപയിലുള്ള 7 ലക്ഷം രൂപയാണോ ഇവിടെ നിന്ന് കണ്ടെത്തിയതടക്കമുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് വരേണ്ടതായിട്ടുണ്ട്. നിലവിൽ അവിടെ നിന്ന് 7 ലക്ഷം രൂപ കണ്ടെത്തിയതായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്.
സാധിക്കുന്നത്. എന്തായാലും അന്വേഷണ സംഘം കൂടുതൽ പരിശോധനകൾ നടത്തുന്നുണ്ട്. ഈ സമയത്ത് അതായത് ദീപു ഇവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് കേരളത്തിലെ പല സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. കാറുമായി സഞ്ചരിച്ചതിന്റെ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ദീപുവിന്റെ ഫോൺ കേന്ദ്രീകരിച്ച്, കാരണം ഈ ഒരു കൊലപാതകത്തിന് ശേഷം മൊബൈൽ ഫോണും ഒപ്പം തന്നെ ഈ 10 ലക്ഷം രൂപയുമാണ് ഈ പ്രതി അമ്പിളി, അതുമായാണ് പ്രതി അമ്പിളി കടന്നു കളഞ്ഞതെന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. അത് സ്ഥിരീകരിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ മൊബൈൽ ഫോൺ പ്രതി കൊണ്ടുപോയത് എന്നടക്കമുള്ള ഒരു കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഇത്രയും വലിയ ആസൂത്രിതമായ ഒരു കൊലപാതകമാണെങ്കിൽ ദീപുവിന്റെ മൊബൈൽ ഫോൺ കൈക്കലാക്കി പ്രതി എന്തിനാണ് രക്ഷപ്പെട്ടത് എന്നുള്ള അടക്കമുള്ള ഒരു ചോദ്യം പ്രധാനമായും ഉയരുന്നുണ്ട്. കാരണം അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയാൽ സ്വാഭാവികമായും പ്രതിയിലേക്ക് അന്വേഷണ സംഘത്തിന് വളരെ പെട്ടെന്ന് തന്നെ എത്താനാകുകയും ചെയ്യും എന്നുള്ള കാര്യം എന്തായാലും അമ്പിളിക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ മൊബൈൽ ഫോണും കൂടി കൈക്കലാക്കി മുന്നോട്ട് പോയി എന്നുള്ള അടക്കമുള്ള കാര്യമാണ് പ്രധാനമായും അന്വേഷണ സംഘത്തെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം. 7 ലക്ഷം രൂപ ഈ പ്രതിയുടെ വീട്ടിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയെന്നാണ് ഇതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആയി ഇപ്പോൾ